സംവാദങ്ങൾ ഒരു വിഷയത്തിൻ്റെ 2 ഭാഗങ്ങൾ കേൾക്കാനുള്ള വളരെ നല്ലൊരു വഴിയാണ് യഥാർത്ഥത്തിൽ സംവാദങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അൺമാസ്കിംഗ് അനോമലീസ് എന്നുള്ള ചാനലിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. നമ്മൾ പല വിഷയങ്ങളിൽ സംവാദാത്മകമായ ചർച്ചകളിലൂടെയും അതുപോലെ തന്നെ ഡിബേറ്റുകളിലൂടെയും മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടേത്. നമ്മുടെ ചാനൽ മാത്രം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ചാനലിൽ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 32 ഫോർമൽ ആയിട്ടുള്ള ഡിബേറ്റുകളാണ് നമ്മൾ ഇതുവരേക്കും കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. 32 എണ്ണം ഓൺലൈൻ ഓഫ്ലൈൻ ഡിബേറ്റുകൾ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 32 എണ്ണമാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പലതരത്തിലുള്ള നിരീശ്വരവാദികളോട് LGBT ആക്ടിവിസം അതേപോലെ തന്നെ അങ്ങനെ പല വിഷയങ്ങളിൽ പിന്നെ എതിർ ഭാഗങ്ങളുള്ള ആളുകളുമായിട്ട് നേരിട്ടുള്ള ഫോർമൽ ഡിബേറ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ പിന്നെ സാധാരണക്കാരായ ആളുകളുമായി സംവദിക്കാനുള്ള വിവിധ സെഷനുകൾ നമ്മൾ ലെറ്റ്സ് ടോക്ക് അറ്റ് UA എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈവ് സെഷൻസ് ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒരു സംവാദം പോലെ മാറാറുണ്ട്, പക്ഷേ ഫോർമൽ അല്ല, കാഷ്വൽ ചർച്ചകളാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാര രൂപത്തിലുള്ള ചർച്ചകളാണ്. അത് 100 കണക്കിന് ചർച്ചകൾ അങ്ങനെ നടത്താറുണ്ട്. അതേപോലെ തന്നെ 32 ഫോർമൽ ഡിബേറ്റ്സും നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും ഇത് ചെക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇങ്ങനെ സംവാദങ്ങളെ ആ നിലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. അതിൻ്റെ കൂടെ ഇതിൽ നമ്മൾ ഇത് ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ സംവാദങ്ങളെ കാണുന്നത് ഒരു വിഷയം പഠിക്കാനുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാധ്യമം എന്നുള്ള നിലക്കാണ്. അത് പല രൂപത്തിൽ നമ്മൾ പല ആളുകളെയും സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ചിലത് നടന്നിട്ടുണ്ട്, ചിലത് നടന്നിട്ടില്ല. ഇതൊക്കെ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മളൊരു വിഷയത്തിന് സംവാദത്തിന് വിളിച്ചാൽ അത് സ്വീകരിച്ചുകൊള്ളാൻ നിർബന്ധമൊന്നുമില്ല. അത് അവർക്കും കൂടി കൺവീനിയൻ്റ് ആണെങ്കിലാണ് അത് സ്വീകരിക്കുക. ആ നിലക്ക് നമ്മൾ ഇതുവരെ സംവാദത്തിന് ക്ഷണിച്ചിട്ടുള്ള ഇതുവരെയുള്ള ക്ഷണങ്ങൾ സ്വീകരിക്കാൻ ബാക്കിയുള്ള ക്ഷണങ്ങളെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ജബ്ബാറുമായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ 4 വർഷം മുമ്പ് ക്ഷണിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം ചില ആളുകൾ നമ്മളതിൻ്റെ ഇടയ്ക്കുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇപ്പം ചില ആൾക്കാർ 4 വർഷം മുമ്പേ ഉള്ളത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, നമ്മളതിങ്ങനെ പറഞ്ഞു നടക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് വിളിക്കും, അവർ റെഡി ആണെങ്കിൽ വരും, സംവാദം നടക്കുമെന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എനിവേ നമ്മൾക്ക് ഇതുവരെയുള്ള സംവാദങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് നമ്മൾ സംവാദത്തിന് ക്ഷണിച്ചിട്ടുള്ളത് രവിചന്ദ്രൻ CA ടോപ്പിക് കൊടുത്തിട്ടുള്ളത് നിരീശ്വരവാദത്തിൽ ധാർമ്മികത നിശ്ചയിക്കാൻ സാധ്യമോ എന്നുള്ളതാണ്. ഇത് ഈ അവിടെ ഇൻസെസ്റ്റിനൊക്കെ ന്യായീകരിച്ചല്ലോ ലിറ്റ്മസിൽ, അതിൻ്റെ ഭാഗമായി നിരീശ്വരവാദികൾക്കും ധാർമ്മികത നിശ്ചയിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീഡിയോ ഇറക്കി. അതായത് ഇൻസെസ്റ്റിനെതിരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം ഈ മനുപ്രസാദ് പറഞ്ഞ എന്താ പറയുക ഇൻസെസ്റ്റ് ശരിയാണെന്നതിന് രവിയെ തെറ്റാണെന്ന് പറയാൻ രവിക്ക് എന്തോ ഒരു മാനദണ്ഡം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദത്തിന് ഒരു മാനദണ്ഡം നിശ്ചയിക്കാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മാനദണ്ഡം? അതിൽ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് രവീന്ദ്രൻ സിയുമായിട്ട് സംവാദമാക്കാവുന്നതാണ്. അത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ സംവാദത്തിന് അദ്ദേഹത്തിന് റെഡിയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണെന്നുള്ള നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഒരു കാര്യം. പിന്നെ ജബ്ബാർ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് ക്ലബ് ഹൗസിലുള്ള നമ്മളായിട്ടുള്ള സംവാദം അതിൻ്റെ പിന്നെ ഓഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിനുശേഷം പിന്നെ അങ്ങനെ പോയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ കുറേ ആൾക്കാർ ഉപദേശിച്ചു. അതിനുശേഷം പിന്നെ അടുത്തതായി അദ്ദേഹം യൂട്യൂബിലൂടെ വീഡിയോ ഇട്ട ഒരു കാര്യമായിരുന്നു സ്വതന്ത്ര ചിന്ത നൂലില്ലാത്ത പട്ടമോ. ഏകദേശം സിമിലർ ആണ്. അതായത് സ്വതന്ത്ര ചിന്താന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, അതിന് ചില അതിർവരമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. സ്വതന്ത്ര ചിന്തയുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതികളാണ്. അപ്പോൾ അത് ആണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അത് ആ നിലക്ക് തെളിയിക്കാൻ സാധ്യമാണോ അല്ലെങ്കിൽ നൂലില്ലാത്ത പട്ടമാണോ എന്നുള്ളതാണ് നമ്മൾ സംവാദത്തിന് വിളിച്ചിട്ടുള്ളത്. അതും ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംവാദത്തിന് റെഡിയാണ്. അത് അദ്ദേഹം ഏറ്റെടുക്കുകയാണെങ്കിൽ ആ സംവാദത്തിലേക്ക് നമുക്ക് നീങ്ങാം. അടുത്തതായിട്ട് ഈ അടുത്ത് കഴിഞ്ഞ ഒരു ആഴ്ചക്കുള്ളിൽ നമ്മൾ ചെയ്ത ഒരു സംവാദവുമായി ബന്ധപ്പെട്ടുള്ള ക്ഷണമായിരുന്നു വൈശാഖൻ തമ്പിയുമായി ബന്ധപ്പെട്ടുള്ളത്. അദ്ദേഹം ഇപ്പം ഉണ്ടായ കുറച്ച് വിവാദങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ട് ഈ ദൈവവിശ്വാസത്തിന് തെളിവില്ല എന്നുള്ള ഒരു വാദം മുന്നോട്ട് വെച്ചിരുന്നു, പ്രത്യേകിച്ച് സയൻസുമായിട്ടൊക്കെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ചിട്ടുള്ളത് തെളിവുകൾ നയിക്കുന്നത് നിരീശ്വരവാദത്തിലേക്കോ ദൈവത്തിലേക്കോ, അത് ഓഫ്ലൈനായിട്ട് അങ്ങനെ സംവാദ രൂപത്തിലാവാം, അതല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് രൂപത്തിലാവാം, പിന്നെ സ്റ്റുഡിയോയിലേക്ക് ഏതെങ്കിലും സ്റ്റുഡിയോയിൽ ഉള്ള രൂപത്തിലുള്ള സംവാദമാവാം. ഏത് രൂപത്തിലും നമുക്ക് ആ സംവാദം അദ്ദേഹം റെഡിയാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാവുന്നതാണ്. അതാണ് വൈശാഖൻ തമ്പിയുമായിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ആരിഫ് ഹുസൈനാണ്. ആരിഫ് ഹുസൈൻ സ്വയം പ്രഖ്യാപിത നുണയൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ചില സംവാദ വെല്ലുവിളിയുമായൊക്കെ വന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് വെച്ചത്, അതായത് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, അള്ളാഹു യഥാർത്ഥ ദൈവമോ എന്ന വിഷയത്തിൽ അടിമത്തം ഹറാമോ ഹലാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ വെച്ചാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ള ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് നമ്മൾ ബാലൻസ്ഡ് ഡിബേറ്റ് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ
2 ബാലൻസ് ഡിബേറ്റ് ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും നമ്മൾ അടിസ്ഥാനപരമായി വെച്ചിരുന്നത്. ഒന്ന് ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ഓൺലൈനായിട്ടോ സ്റ്റുഡിയോയിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സംവാദം സംഘടിപ്പിക്കാം. അതേപോലെ തന്നെ ധാർമ്മികത മതത്തിലും നിരീശ്വരവാദത്തിലും എന്നുള്ള വിഷയത്തിലും ഓൺലൈനായിട്ടോ സ്റ്റുഡിയോയിലോ നമുക്ക് ആരിഫ് ഹുസൈനായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. അതേപോലെ തന്നെ ഈ അടിമത്തവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഭയങ്കരമായി പിന്നെ അയാളൊരു വൺ സൈഡ് ടോപ്പിക് വെച്ചപ്പോഴാണ് നമ്മൾ അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്ന് പറയുന്ന ടോപ്പിക് അയാൾക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തിരുന്നത്. അതും ഓൺലൈനായിട്ടോ സ്റ്റുഡിയോ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, സംവാദം. അപ്പോൾ അതിൽ അയാൾ പറഞ്ഞത് വെച്ചാൽ ഞാൻ അങ്ങനെ സംവാദത്തിന് വരുമെന്നില്ല, ഇന്ന സംവാദത്തിന് വിളിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ആ മാനദണ്ഡമൊക്കെ അവിടെ വെച്ചാൽ മതി. വിഷയത്തിനുണ്ടെങ്കിൽ വിഷയത്തിൽ സംവദിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ 3 വിഷയം ഏതാണെങ്കിലും നിങ്ങൾ റെഡി ആണെങ്കിൽ അറിയിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ടോ ഓൺലൈനിൽ വളരെ സിമ്പിളായിട്ട് സംവാദം നടത്താവുന്നതേ ഉള്ളൂ. സ്റ്റുഡിയോയിൽ വരാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വെക്കാവുന്നത്. അപ്പോൾ ഈ ആരിഫിന് ഇങ്ങനെ ഒരു സംവാദ പിന്നെ വെല്ലുവിളി മുന്നോട്ട് വെച്ചപ്പോഴാണ് ലിയാഖത്ത് അലി എന്ന് പറയുന്നത് എനിക്കും വേണമെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ അയാൾക്കും കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ഓർ സ്റ്റുഡിയോ സംവാദം. ഇത് ഓൺലൈനിൽ നമ്മൾ സംഘടിപ്പിച്ചതായിരുന്നു, ഒരു ലൈവ് വെച്ചിട്ട് ഇതേ സ്റ്റുഡിയോ തന്നെ. ഇവിടെ ഇപ്പോ ഈ സമയത്ത് താങ്കൾക്ക് ലൈവിന് സംവാദത്തിന് വരാം, താങ്കൾ കോൺഫിഡന്റ് ആണ് പറഞ്ഞ വിഷയമാണ്. 2 സംവാദകരോട് ചോദിക്കുകയാണ്, നിങ്ങൾ റെഡിയാണോ? അബ്ദുള്ള ബാസിൽ എന്ന ഞാൻ ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയുമായി സംവാദത്തിന് ഇപ്പോൾ എല്ലാ നിലക്കും പൂർണ്ണ കോൺഫിഡൻസോടുകൂടി തയ്യാറാണ്. ഓക്കെ, ഇനി ലിയാഖത്ത് അലി സംവാദത്തിന് തയ്യാറാണോ? സംവാദത്തിന് ഒരാളെ സംവാദത്തിന് വിളിക്കേണ്ടുന്ന മര്യാദ തയ്യാറാണോ അല്ലയോ? ഒരു മിനിറ്റ് പറഞ്ഞു, എനിക്ക് ഓൺലൈൻ സംവാദം അറിയില്ല, അത് പഠിക്കാൻ വന്നതാ. പറ. തയ്യാറല്ല. ലൈവ് വെച്ചിട്ട് ഇതേ സ്റ്റുഡിയോ തന്നെ നമ്മൾ ഒരു മണിക്കൂർ സംവാദത്തിൽ 3/4 മണിക്കൂർ വന്നിരുന്ന് സംവാദത്തിൽ എന്തുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് പോയി. 15,000-ഓളം ആളുകൾ കണ്ടിരിക്കുകയാണ്. ആരിഫ് വന്നില്ല, ലിയാഖത്ത് വന്നിട്ട് എന്തുകൊണ്ട് സംവാദത്തിന് റെഡിയല്ല എന്ന് വിശദീകരിച്ച് പോയി. അപ്പോൾ എന്തായാലും അതാണ് സംഭവിച്ചത്. ഇനിയും വരാവുന്നതാണ്. ഓൺലൈനായിട്ടോ ഇവിടെ സ്റ്റുഡിയോ വന്നിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, അതും ചർച്ച ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് കുറച്ച് മുമ്പുള്ളതാണ് മല്ലു അനലിസ്റ്റ് എന്ന് പറയുന്ന വ്ളോഗർ. അദ്ദേഹം ഈ LGBTQയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ആ ഒരു സ്റ്റാർട്ടിങ് കുറച്ചും കൂടി വർഷങ്ങൾക്ക് മുമ്പ് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയി ഒരു പബ്ലിക് ഇന്റർവ്യൂ എടുത്ത് ആ വീഡിയോക്ക് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അതിലേറ്റവും റിപ്ലൈ ഒക്കെ തന്നിട്ട് നമുക്ക് മറുപടിയൊക്കെ ഉണ്ട് തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിൽ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്ത് മല്ലു അനലിസ്റ്റ് ആയിരുന്നു. നമ്മൾ ഒരു മറുപടി കൊടുത്തു, വീണ്ടും മറുപടി തന്നു, പിന്നെയും മറുപടി കൊടുത്തു, പിന്നെ മുണ്ടാട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ച് തന്നെ വിശദീകരിച്ച് സംവാദമായിട്ട് തന്നെ തീർക്കാന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിരുന്നു, സംവാദമോ ചർച്ചയോ ഏതോ ആവാം. അപ്പൊ അത് പിന്നെ ഓൺലൈൻ ആയിട്ടായിരിക്കും അദ്ദേഹത്തിനും എളുപ്പം. ജർമ്മനിയിലാണ്, പുറത്താണ്. അപ്പോൾ ഓൺലൈൻ ആയിട്ട് അതിന് നമ്മൾ വിളിച്ചിരുന്നു. ഇതൊരു 3-4 വർഷമായിട്ടോ. അപ്പോൾ അതിന് ഇനി ജബ്ബാർ മാഷമായിട്ടുള്ളതും 3 വർഷമായി. യെസ്. അപ്പോൾ അത് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. പിന്നെ മല്ലു അനലിസ്റ്റിന് കഴിഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ ഈ പിന്നെ ഈ ദൈവാസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് തന്നെ അദ്ദേഹം ചെയ്ത ഒരു റീലിനും മറുപടിയായിട്ടും ദൈവാസ്തിത്വം തെളിവുകൾ നയിക്കുന്നത് എങ്ങോട്ട് എന്ന വിഷയത്തിൽ നമ്മൾ വിളിച്ചിരുന്നു. അതും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇവരൊക്കെ ഓൺലൈനിലാണ് ഇവരുടെയൊക്കെ പ്രസൻസ് പ്രധാനമായിട്ടും. നമ്മൾ രവീന്ദ്രൻ സി ജബ്ബാർ, വൈശാഖൻ തമ്പി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം സമൂഹത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരു പുറത്തൊരു ഓഫ്ലൈൻ പോപ്പുലാരിറ്റിയും ഓഫ്ലൈൻ റീച്ചും ഉള്ള അത്തരത്തിൽ കമ്പാനിയൻസ് ഒക്കെ ഉള്ള ഒരു ആളുകളായതുകൊണ്ടാണ് അത്തരത്തിൽ നമ്മൾ അവർ ഓഫ്ലൈൻ ആയിട്ട് കൂടുതൽ പരിഗണിക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ വ്ളോഗേഴ്സ് ആണ്. അവരുടെ പ്രസൻസും അവരുടെ സാന്നിധ്യം ഒക്കെ തുടങ്ങിയതും മുന്നോട്ട് പോകുന്നതും ഒക്കെ ഒരു ഓൺലൈൻ പ്രസൻസിലാണ്. അപ്പോൾ അത്തരത്തിൽ സ്വാഭാവികമായിട്ട് അവർ ആ തരത്തിലും മറ്റുള്ള ആളുകൾ അഥവാ മുന്നേ മുതൽ ഓഫ്ലൈൻ പ്രഭാഷണങ്ങളുള്ള ആ തരത്തിൽ പരിപാടികൾ ചെയ്യുന്ന അത്തരത്തിൽ ഒരുപാട് ആളുകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഓഫ്ലൈനായിട്ട് ഒരുപാട് ഓഡിയൻസ് ഒക്കെ ഉള്ള ആളുകൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ അവരെ ഓഫ്ലൈനായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ എനിവേ മല്ലു അനലിസ്റ്റ് ഒരു വ്ളോഗർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓൺലൈൻ ഡിസ്കഷനാണ് നമ്മളും പ്രിഫർ ചെയ്യുന്നത്. ഇനി സ്റ്റുഡിയോയിൽ വരാൻ പറ്റുന്ന നാട്ടിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിവേ ദൈവാസ്തിത്വം തെളിവുകൾ നയിക്കുന്നത് എങ്ങോട്ട് എന്നുള്ള വിഷയത്തിലാണ് മല്ലു അനലിസ്റ്റിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജോഫോ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കുറേ ഒരു അടിസ്ഥാനം ഇല്ലാത്ത കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച ആളായിരുന്നു. നമ്മൾ ആ സമയത്ത് ഇസ്ലാമിന്റെ ഇരുണ്ട യുഗം അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഒരു മാനദണ്ഡം ഇല്ലാത്ത എന്തൊക്കെ അടിച്ചു വിടായിരുന്നു, എന്തോ ജാതിയൊക്കെ ഉണ്ടെന്ന് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ പറഞ്ഞ നുണകൾ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അത് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ നുണകളുടെ വിഷയത്തിൽ മാത്രമായിട്ട് ഒരു ചർച്ച നടത്താം. അത് ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ വന്നിട്ടോ. ഇവർക്കൊന്നും ഓഫ്ലൈൻ പ്രസൻസ് കാര്യമായിട്ടില്ല, അതുകൊണ്ടാണ് ഓൺലൈനിലേക്ക് വിളിക്കുന്നത്. അതേപോലെ തന്നെ JBI എന്ന് പറയുന്ന ആളും അന്ന് ആ ഒരു LGBTQ ഇഷ്യൂ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രതികരിച്ചു. ഇതേപോലെ റിപ്ലൈ തന്ന് മീൻസ് ഇപ്പൊ ഉണ്ണി ഏഷ്യാവിലെ മല്ലു JBI ഇവരൊക്കെ റിയാക്ട് ചെയ്തിരുന്നു. അതിൽ മല്ലുവും JBIയും ആണ് നമ്മൾ കൊടുത്ത വീഡിയോക്ക് നമ്മളെ റിയാക്ട് ചെയ്തു.
നമ്മളതിന് മറുപടി കൊടുത്തപ്പോൾ വീണ്ടും ഇങ്ങോട്ട് മറുപടി തന്ന ആളുകൾ. ആ അർത്ഥത്തിലാണ് നമ്മൾ ഫോളോ അപ്പ് ഡിബേറ്റ്. ഇനി ഉണ്ണി വരികയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓക്കെ, LGBT വിഷയത്തിലൊക്കെ തയ്യാറാണെങ്കിൽ നമുക്ക് ഓൺലൈൻ സംവാദം അല്ലെങ്കിൽ സ്റ്റുഡിയോയിലുള്ള സംവാദമൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. അപ്പോൾ എനിവേ അവരും ആ ഒരു സംവാദവും ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുവായിട്ട് ഇപ്പം ഇതുവരെ നമ്മുടെ ഓർമ്മയിൽ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തപ്പം ഇത്രയും കാലം നമ്മൾ വിളിച്ച് ഇതുവരെ നടക്കാതെ പോയ സംവാദങ്ങൾ ഇതാണ്. ഇത് നമ്മൾ പറയുന്നത് ഇവർ നിർബന്ധമായിട്ട് വരണം എന്നുള്ള അർത്ഥത്തിലല്ല, ഇതൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് അയാൾ വന്നിട്ടില്ല ഇയാൾ വന്നിട്ടില്ല എന്നിങ്ങനെ ആവർത്തിക്കുന്നത് ശരിയല്ല. കാരണം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലാണ് വരിക. അതൊരു മ്യൂച്വൽ പ്രക്രിയയാണ്. നമുക്ക് അയാൾ ഡിബേറ്റിന് വരാൻ താല്പര്യമുണ്ട് എന്നതുകൊണ്ട് നമ്മളുടെ ആഗ്രഹത്തെ സഫലീകരിക്കാൻ നിറവേറ്റാൻ വേണ്ടി അയാൾ വന്നോളണം നമുക്ക് വാശി പിടിക്കാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. അതുകൊണ്ട് തന്നെ ആ വാശി നമ്മൾ പിടിക്കുന്നില്ല. നമ്മളിവിടെ വിശദീകരിക്കുന്ന വെച്ചാൽ നമ്മൾ ഡിബേറ്റുകൾ എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കുന്ന, അതിന് തയ്യാറായി നിൽക്കുന്ന, സമൂഹത്തിൽ അങ്ങനെ ചർച്ചകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, ഇത്തരത്തിൽ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച ആളുകളാണ് എന്നതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ്. യെസ്. അപ്പോൾ ഏതായാലും ഇതിന് ഇവരൊക്കെ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഒന്ന് അറിയിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള സംവാദങ്ങൾ. അതിൻ്റെ മോഡ് നമ്മൾ തീരുമാനിക്കുന്നത് പ്രധാനമായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രസക്തിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ഈ പറഞ്ഞ ഓരോരുത്തർക്കും സംവാദം ഏറ്റെടുക്കാനും അല്ലെങ്കിൽ എന്തുകൊണ്ട് സംവാദത്തിന് ഉണ്ട് ഇല്ല എന്ന് തീരുമാനിക്കുക അവരുടേതായ മാനദണ്ഡങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. പി.എ. ജബ്ബാർ ഇപ്പോൾ ഈ നമ്മൾ വിളിച്ച ഈ വിഷയത്തിൽ അദ്ദേഹം ഓഫ്ലൈൻ സംവാദത്തിന് ഞങ്ങളോട് തയ്യാറല്ല. എന്തായിരിക്കും, അദ്ദേഹത്തിന് ചിലപ്പോൾ ഇന്ന ആളുകളോട് മാത്രമേ സംവാദം നടത്തുള്ളൂ, ഇന്ന രൂപത്തിൽ മാത്രമേ സംവാദം നടത്തുള്ളൂ എന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷേ തീരുമാനം ഉണ്ടായേക്കാം. തീരുമാനിക്കാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. അതെ, ആ സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവരാരും ഏറ്റെടുക്കാത്തതുകൊണ്ട് നമ്മൾ അവർ ജഡ്ജ് ചെയ്യൂല, അവരെ മോശക്കാരാക്കുക ബീരുക്കളാക്കുക ഒന്നും ചെയ്യൂല. അവർക്ക് ഒരു വിഷയത്തിൽ നല്ല ഡെപ്ത് ഉണ്ടാവാം, ആഴത്തിലുള്ള അറിവുണ്ടാവാം, അതൊക്കെ ഓക്കെ. ഇനി ആഴത്തിലുള്ള അറിവും ഡിബേറ്റ് സ്കില്ലും ഒരേപോലെ അല്ല. ഡിബേറ്റിന് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു മോശമല്ല. അപ്പോൾ എനിക്ക് ലോകത്തുള്ള എല്ലാ കാര്യം ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. എനിക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങളുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ മോശക്കാരനാകുന്നില്ല, ആരും അങ്ങനെ ആകുന്നില്ല. അപ്പോൾ അറിവുള്ള ഒരാൾക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അതൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി അപ്പോൺ ദി പേഴ്സൺ, നമ്മൾ ആരാണോ വിളിക്കുന്ന ആ വ്യക്തിയുടെ എന്താ പറയുക തീരുമാനം നിലപാടൊക്കെയാണ് അതിൽ. പക്ഷെ ഒപ്പം തന്നെ ഇതിന് വരാതിരിക്കുകയും ഒപ്പം അപ്പുറത്ത് ഡിബേറ്റിന് ആരും വരുന്നില്ല എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുന്നത് ശരിയല്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ വരിക, ഇല്ലെങ്കിൽ ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് തീരുമാനിക്കാം. അതേപോലെ ഞങ്ങൾക്കും തീരുമാനങ്ങളുണ്ട്, ആരോട് എങ്ങനെ ഏത് രൂപത്തിൽ മാത്രമല്ല തീരുമാനങ്ങൾ മനസ്സിലാക്കാം. ഞങ്ങൾക്ക് തീരുമാനം, പക്ഷെ ഞങ്ങളുടെ തീരുമാനം കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. കാരണം ഈ പറഞ്ഞ രവീന്ദ്രൻ, ജബ്ബാർ, വൈശാഖൻ ഇതുപോലുള്ള ആളുകളായിട്ട് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടും ബാക്കിയുള്ള ഓൺലൈൻ പ്രസൻസ് കൂടുതലുള്ളവരായിട്ട് ഓൺലൈനായിട്ടും ഡിബേറ്റ് നടത്താം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അതല്ലാത്ത ആളുകളായിട്ടും ഇനി ഈവൻ ഇതിലൊന്നും ലിസ്റ്റ് ചെയ്യാത്ത ആളാണെങ്കിലും അവർ വന്നാൽ ചർച്ച നടത്താം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അതിനുള്ള ഒരു ഓപ്പൺ ഫോറം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ടോക്ക് അറ്റ് യു എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ അടക്കം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതിൽ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ആരാണെങ്കിലും നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. അപ്പോൾ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ പല ആളുകൾക്കും അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കില്ല, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഫോറം, ഒരു ചർച്ചാ ഫോറമാണ് യഥാർത്ഥത്തിൽ രീതി അങ്ങനെയാണ്. ഫോർമൽ ഡിബേറ്റ്സ് നമ്മൾ ഓപ്പൺ ആണ്. ഞങ്ങളെപ്പോലെ ആവണം എല്ലാവരും നമ്മൾ പറയുന്നില്ല, എല്ലാവരും ഞങ്ങളെപ്പോലെ ഡിബേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇത്രത്തോളം ഓപ്പൺ ആയിട്ട് ഈ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും കാഷ്വൽ ഡിസ്കഷനും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കിനി ഇതൊന്നും അല്ല, ഈ പറഞ്ഞ ആളുകളൊന്നും റെഡി ആവുന്നില്ലെങ്കിലും എനിക്ക് നിരീശ്വരവാദം ഈ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിലൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഫില്ല് ചെയ്യാം. നമ്മൾ നിങ്ങളെ ബന്ധപ്പെടും. ഒരു നല്ലൊരു സമയം നിശ്ചയിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിൽ ഡിസ്കഷൻ നടത്താം. അപ്പോൾ ചില ആൾക്കാർ പറയും അവർക്ക് ഡെപ്ത് ഇല്ലല്ലോ, നിങ്ങൾ ഈ വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ആൾക്കാരല്ലേ, ഇങ്ങോട്ട് നിങ്ങൾ അയാളോട് ചർച്ച ചെയ്യാം. നമ്മളയാൾ നിർബന്ധിച്ച് വിളിച്ചോടുന്നതല്ല. ആ വ്യക്തി ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് അയാൾക്ക് ചർച്ച ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു വരുന്നതാണ്. അങ്ങനെ ലെറ്റ്സ് ടോക്കിൽ വരുന്ന ആളുകൾക്ക് ഡെപ്ത് ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒന്ന് അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ എന്ത് അധികാരമാണുള്ളത്? കാരണം ഇപ്പോൾ സമൂഹത്തിൽ ഒരാൾ വീഡിയോ ചെയ്യുന്നില്ല, പ്രസംഗിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു വിഷയത്തിൽ ഡെപ്ത് ഇല്ല എന്നൊക്കെ പറയാൻ കഴിയുമോ? നമ്മൾ ആ വ്യക്തിയെ വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തി ഇങ്ങനെ കൊണ്ടുവരികയല്ല സംസാരങ്ങൾക്ക്, ഡിബേറ്റ് മീൻസ് ലെറ്റ്സ് ടോക്കിലെ ചർച്ചകൾക്ക്. അവർ ഫില്ല് ചെയ്ത് വരുന്നതാണ്. ഫില്ല് ചെയ്ത് വരുന്ന ആരായിരിക്കും? കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ. അവർ സമൂഹത്തിൽ വീഡിയോകൾ കാണുന്ന, പ്രസംഗങ്ങൾ കേൾക്കുന്ന, പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഡെപ്ത് ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടുമാണ് അവർ ഇത്തരത്തിൽ വരുന്നത്. ഇനി അങ്ങനെയൊക്കെ വാദമുള്ള ആളുകളുണ്ടെങ്കിൽ, ഇപ്പോൾ ചില കമൻറ്റുകളിലൊക്കെ കണ്ടിരുന്നു ബോധമുള്ള യുക്തിവാദികളുമായിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബോധമുള്ളതുകൊണ്ടാണല്ലോ, ചില ആൾക്കാർക്ക് ബോധമില്ല നിങ്ങൾക്ക് മനസ്സിലായത്, അവർ നിങ്ങൾക്ക് വ്യക്തമായതുകൊണ്ടാണല്ലോ നിങ്ങൾ നിരീശ്വരവാദിയായിട്ട് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ നിലകൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ബോധത്തിൽ, ആ വ്യക്തതയിൽ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് വരാം. ഇനി റെഫർ ചെയ്തിട്ട് വരാൻ പറ്റുള്ളെങ്കിൽ ലെറ്റ്സ് ടോക്ക് എന്ന് പറയുന്ന അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് 1 മാസമോ 2 മാസങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ
വേറെ പരീക്ഷണങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ ഇത് തുടർന്ന് ഇവിടെ തന്നെ ഉണ്ടാവും ഈ സംവിധാനം. അപ്പോൾ 2 മാസം 3 മാസമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വന്നാൽ ചർച്ചയ്ക്ക് വന്നാൽ മതി, ആ പ്രിപ്പറേഷൻ ശേഷം വന്നാൽ മതി. ഒരു കുഴപ്പമില്ല, നമുക്ക് വാശികളില്ല, പിടിവാശികളില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ ആണ്. അത് ഫ്ലെക്സിബിൾ ആയത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടാണ്. അത് നമ്മളെ എന്തോ ഭയങ്കര മേന്മയല്ല. ഇപ്പോൾ ഒരാളാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ചാനലാണെന്നെങ്കിൽ എൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചാനൽ പോവാം, ബാസിലിക്കൻ ചാനലാണെങ്കിൽ ബാസിലിക്കൻ ടേസ്റ്റ് അനുസരിച്ച് ഇത് പോവാം. ഇത് കുറേ ആളുകളുള്ളതുകൊണ്ടാണ് ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ആ ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഉണ്ടെന്ന് ആവർത്തിച്ച് പറയാണ്. അതില്ലാന്ന് എന്ത് ചെയ്യരുത്, ഇതിനെ നെഗേറ്റ് ചെയ്തുകൊണ്ട് പറയരുതെന്നുള്ളതാണ് ഇത് വീണ്ടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചർച്ചയുടെ ഭാഗമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്കിനിയിപ്പം നിങ്ങളുടെ പരിചയത്തിൽ നന്നായി സംസാരിക്കാൻ പറ്റുന്ന നിരീശ്വരവാദികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാം. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്, കാരണം ഞങ്ങളും അങ്ങനെയുള്ള പഠിക്കേണ്ട വിഷയങ്ങൾ പഠിച്ചു വരാം. അതെ, നിങ്ങൾ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള നന്നായി സംസാരിക്കാൻ പറ്റുന്ന നിരീശ്വരവാദികളെ കൊണ്ടുവരാം. അതിലൊക്കെ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കും സന്തോഷമാണ്. കുറച്ചും കൂടി ആ നിലക്കുള്ള നല്ല ചർച്ചകൾ നടക്കുമ്പോഴാണ് കുറച്ച് രസം ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾക്ക് വൈജ്ഞാനികമായ എന്തെങ്കിലും കിട്ടുകയും അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോഴാണ്. അപ്പോൾ അതിന് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനും കൂടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നിരീശ്വരവാദികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിബേറ്റ്സ് എന്ന് പറയുന്നത് ഓൺലി എ മോഡ്, ഒരു മോഡ് മാത്രമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡായി 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറുള്ള വളരെ ചുരുങ്ങിയ ഒരു കാര്യമായിരിക്കും. അതിൽ 2 ഭാഗങ്ങൾ കേൾക്കാം എന്നുള്ളത് ശരി തന്നെയാണ്. ആശ്രയിക്കുന്നത് ശരിയല്ല. അപ്പോൾ കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കാൻ അവരുടേതായ വിശദീകരണങ്ങളും വായനയും ഒക്കെയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അങ്ങനെ വിഷയങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള മോഡ് കൂടി ട്രൈ ചെയ്യണം. ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള ഡിബേറ്റിൽ ഒരാൾ കുറച്ച് മുകളിൽ കയറി നിൽക്കുന്നുള്ളത് കൊണ്ട് മാത്രം, ആ ഒറ്റ റീസൺ കൊണ്ട് ആ വ്യക്തിയുടെ ആശയം ശരിയാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം 2.5 മണിക്കൂറിൽ ഒതുക്കാവുന്നതല്ല. എസ്പെഷ്യലി മതം, നിരീശ്വരവാദം, ജീവിത വീക്ഷണം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ 2.5 മണിക്കൂറിൽ ഒതുക്കാവുന്നതല്ല. ഈ സംസാരിക്കുന്ന വ്യക്തികളുടെ കോൺഫിഡൻസ്, അവരുടെ ആ സമയത്തെ സ്റ്റേറ്റ്, ആരോഗ്യം, സംസാരിക്കാനുള്ള കഴിവ്, അവർക്ക് അപ്പോൾ ലഭിക്കുന്ന പോയിന്റ്സ്, അപ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ, അവരുടെ ആവശ്യത്തിലുള്ള ഡെപ്ത്, ഇതൊക്കെ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയേക്കാൾ ഡെപ്തുള്ള, അയാളേക്കാൾ നന്നായി സംസാരിക്കാൻ കഴിയുന്ന, അയാളെ കോൺഫിഡൻസ് ഉള്ള വേറൊരു വ്യക്തിയായിരുന്നു ഡിബേറ്റ് സംസാരിച്ചിരുന്നെങ്കിൽ 2 സൈഡും, ഞാൻ ഒരു സൈഡിനെ പറ്റി മാത്രമല്ല പറഞ്ഞത്, ഒരുപക്ഷെ കുറച്ചുകൂടി അതിൽ മുന്നേറാൻ സാധിച്ചേക്കാം. അഥവാ ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലെ 2 വിഷയങ്ങളിലെ ഏറ്റുമുട്ടലല്ല, 2 വിഷയങ്ങൾ പഠിച്ച 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടലായിട്ടുള്ള പറഞ്ഞാൽ ആരോഗ്യപരമായ ഏറ്റുമുട്ടലാണ്. ആ വ്യക്തികൾ കൂടെ അവിടെ വളരെ പ്രധാനമാണ്. വിഷയങ്ങളുടെ വിജയപരാജയങ്ങൾക്കപ്പുറം വ്യക്തികളുടെ മനസ്സിലാക്കലുകളിലെയും ബോധ്യങ്ങളുടെയും വിജയപരാജയങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കുക. അതിന് പരിമിതി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഡിബേറ്റുകൾ കേൾക്കാൻ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒരുപാട് ഡിബേറ്റുകൾ ചെയ്യുന്നവരാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഈ ഒരു പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം. ആഴത്തിലുള്ള പഠനങ്ങൾക്ക് നമ്മൾ കുറച്ചും കൂടി വായനയും അതുപോലെ തന്നെ ഡെപ്തിലുള്ള വളരെ വിശദീകരിച്ചുള്ള സീരീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏത് വിഷയത്തിലും ഇപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് വളരെ വിശദീകരിച്ചുകൊണ്ടുള്ള സീരീസുകൾ ഈവൻ എത്തിസ്റ്റ് സൈഡിൽ നിന്നും പിന്നെ വിശ്വാസികളുടെ സൈഡിൽ നിന്നൊക്കെ കാണാൻ പറ്റും. അതൊക്കെ അങ്ങനെ നമ്മൾ പഠിക്കാൻ കൂടി ശ്രമിക്കണം എന്നുള്ളത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഏതായാലും ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഓപ്പണാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ആളുകൾ അവർ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ആ ഒരു മോഡൽ അവർ സംവാദത്തിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മളത് റെഡിയാണ്. അതല്ലാത്ത ആളുകളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്ത് തരിക. നമ്മൾ കോൺടാക്ട് ചെയ്യും. അത്തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളൊക്കെ കൂടുതൽ നടക്കട്ടെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളിവാരിയേറിയകളും അതുപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിൽ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അല്ല, ചർച്ചകൾക്കുള്ള വാതിലുകൾ ഓപ്പണാണ്. അത് പല രൂപത്തിൽ നമുക്ക് നടത്തിക്കൊണ്ട് പോകാം. അതിന് താല്പര്യമില്ലാത്തവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാമെന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. നമുക്ക് ആശയപരമായ സംവാദങ്ങളും ചർച്ചകളും വളരെ മാന്യമായ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കൂടുതൽ ചർച്ചകളും സംവാദങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.